everyone, welcome to Hybrid Campus YouTube channel. It's me Musafira, your commerce faculty. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ MS University MCOM ന്റെ സെക്കൻഡ് സെമ്മിലെ ഒരു ഇമ്പോർട്ടന്റ് സബ്ജക്ട് പേപ്പർ ആണ് ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിജിറ്റൽ ബാങ്കിങ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്ന് പറയുന്നത് ബാങ്കിങ് ടെക്നോളജി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പേപ്പർ ആണ് നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഒരു ബാങ്കിങ് ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ എറയിൽ ഡിജിറ്റൽ ബാങ്കിങ് എറയിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങളും കാര്യങ്ങളും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ബാങ്കിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ബാങ്കിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ടെക്നോളജി റെഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടേഴ്സ് and communication system to provide banking services efficiently, accurately and securely. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബാങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ആദ്യമൊക്കെ നമ്മൾ എന്തായിരുന്നു, ബാങ്കിൽ പോയിട്ട് ബാങ്കിന്റെ അക്കൗണ്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അല്ലേ ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജിക്കൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബാങ്കിലും എന്ത് ചെയ്തു, പോലെ മാറ്റങ്ങളും അല്ലെങ്കിൽ പല ഡിജിറ്റൽ ആയിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ ബാങ്കിങ് എറയിലും അല്ലെങ്കിൽ ബാങ്കിങ് ഏരിയയിലും വന്നിട്ടുണ്ട്. സോ ഈ ഒരു ബാങ്കിങ് ടെക്നോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് സർവീസുകൾ അത്രയും എഫിഷ്യൻ്റ് ആക്കാനും അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് ബാങ്കിങ് സർവീസുകൾ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ ബാങ്കിങ് ടെക്നോളജി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമുക്ക് നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബാങ്കിങ് ടെക്നോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ബാങ്കിങ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബാങ്കിങ് ടെക്നോളജി അല്ലെങ്കിൽ ബാങ്കിൽ പല ബാങ്ക് സർവീസുകൾ നമുക്ക് കിട്ടുന്നതിൽ പല ബാങ്കിങ് ടെക്നോളജീസുകൾ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ബാങ്കിങ് ടെക്നോളജിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ജേർണി, ആദ്യ കാലഘട്ടത്തിൽ ബാങ്ക് എങ്ങനെയായിരുന്നു, ബാങ്കിങ് സർവീസ് നമുക്ക് എങ്ങനെയായിരുന്നു ലഭിച്ചിരുന്നത്, അതുമുതൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഡിജിറ്റൽ എറയിൽ ബാങ്കിങ് സർവീസുകൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ജേർണിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, മാനുവൽ ബാങ്കിങ് ആണ്. മാനുവൽ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെഡ്ജർ ബേസ്ഡ് അക്കൗണ്ടിങ്. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ബാങ്കിങ് സർവീസുകൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന പോലെ ലെഡ്ജറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് പ്രോസസ്സാണ് ഈ ഒരു മാനുവൽ ബാങ്കിങ്ങിൽ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു കസ്റ്റമർ ആണല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് നിക്ഷേപിക്കുന്നത്, എത്രയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലെഡ്ജർ വെച്ചിട്ട് അതുവഴി കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ കൈകൊണ്ട് ചെയ്യുന്ന അതിനെയാണ് ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ മാനുവൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി മെക്കനൈസ്ഡ് ബാങ്കിങ്, മാനുവൽ ബാങ്കിങ്ങിന് ശേഷം വന്നിട്ടുള്ളതാണ് മെക്കനൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. മെക്കനൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, യൂസ് ഓഫ് കാൽക്കുലേറ്റേഴ്സ് ആൻഡ് മെഷീൻസ്. അതായത് ബാങ്കിങ് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നീട് എന്താ സംഭവിച്ചത്, കാൽക്കുലേറ്ററുകളും മെഷീനുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു എറയാണ് മെക്കനൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മെക്കനൈസ്ഡ് ബാങ്കിങ് വന്നപ്പോൾ മാനുവൽ ബാങ്കിങ്ങിൽ നിന്ന് എൻറ്റയർലി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. കാൽക്കുലേറ്റർ നമുക്ക് ഒന്നും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി, കാൽക്കുലേഷൻസും കാര്യങ്ങളും കണക്ക് കൂട്ടലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാണ് കാൽക്കുലേറ്ററും. അതുപോലെ തന്നെ പല മെഷീനുകൾ, പ്രിന്ററുകൾ പോലെയുള്ള പല മെഷീനുകൾ നമുക്ക് എന്ത് ചെയ്തു വന്നു. അതാണ് ഈ ഒരു മെക്കനൈസ്ഡ് ബാങ്കിങ് എറയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ്. കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ്ങിലേക്ക് എത്തിയപ്പോഴേക്കും അത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എങ്ങനെയായിരുന്നു, കോർ ബാങ്കിങ് സിസ്റ്റംസ്, അതായത് CBS പോലെയുള്ള കോർ ബാങ്കിങ് സിസ്റ്റം പോലെയുള്ള ഒരു സെൻട്രലൈസ്ഡ് ഹബ്ബായിട്ട് നമ്മളെ ബാങ്കിങ് സർവീസുകൾ അല്ലെങ്കിൽ ബാങ്കിങ് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതായത്
എങ്ങനെയായിരുന്നു അതുമായി? CBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ബാങ്കിങ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ കോർ ബാങ്കിങ് സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹബ്ബ് ഉണ്ടായിരിക്കും, അതിൻ്റെ ചുറ്റും നിന്നിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു സെൻട്രൽ ഹബ്ബായിട്ട് ഒരു ബ്രാഞ്ച് എടുക്കുകയാണ്, ഒരു ബാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ പല ഏരിയയിലുള്ള ബ്രാഞ്ച്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് പല ഏരിയയിലും ഉണ്ടായിരിക്കില്ലേ, ഓരോ ലൊക്കേഷനിലും കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം അതിൻ്റെ എന്താണ്, ബ്രാഞ്ചുകളാണ്. സോ ഒരു ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ഹബ്ബിൽ നിന്നിട്ട് ആ ഒരു മെയിൻ ബാങ്ക് എന്ത് ചെയ്യാണ് മറ്റുള്ള ബ്രാഞ്ചുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്തു, കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ് അറയിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റി. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഡിജിറ്റൽ ബാങ്കിങ്. ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ബാങ്കിങ് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു അറയാണ് ഡിജിറ്റൽ ബാങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിൽ നിന്നും എൻറ്റയർലി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കൊരു മൊബൈൽ ബാങ്കും ഒരു ഇന്റർനെറ്റ് കണക്ഷനും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാങ്കിങ് ഇൻഫോർമേഷൻസ് മീൻസ് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ അക്കൗണ്ട് ഇൻഫോർമേഷൻസ്, നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ ടൈം ആയിട്ട് അറ്റ് എ ടൈം നമുക്ക് നമ്മുടെ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഡിജിറ്റൽ ബാങ്കിങ് എറയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സോ അതാണ് ഇതിന്റെ ഒരു ഇവല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബാങ്കിങ് ടെക്നോളജിയുടെ ഇവല്യൂഷൻ വന്നിട്ടുള്ളത്. ആദ്യം എങ്ങനെയായിരുന്നു, മാനുവൽ ബാങ്കിങ് ആയിരുന്നു, കൈകൊണ്ട് നമ്മൾ എഴുതി കണക്ക് കൂട്ടി ബാങ്കിങ് കാര്യങ്ങൾ പ്രോസസ്സുകൾ ചെയ്യുന്ന ആ ഒരു എറയായിരുന്നു മാനുവൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ മെക്കനൈസ്ഡ് ബാങ്കിങ്ങിലേക്ക് വന്നപ്പോൾ നമുക്ക് കാൽക്കുലേറ്റേഴ്സുകളും പല മെഷീൻസുകളും പല ഉപകരണങ്ങളും നമുക്ക് എന്തായി ലഭ്യമായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് നമ്മുടെ ബാങ്കിങ്ങിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് ബാങ്കിങ്ങിലേക്ക് വന്നപ്പോൾ നമുക്കൊരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു കോർ ബാങ്കിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് CBS വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മറ്റുള്ള ബാങ്ക് ബ്രാഞ്ചുകളെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ അത്രയും നല്ല ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മുടെ ബാങ്കിങ് ടെക്നോളജിയിൽ മാറ്റം വന്നു. ദെൻ ലാസ്റ്റ് വൺ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ എന്തായി, അത്രയും അതിന്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ ബാങ്കിങ്ങിൽ പല സർവീസുകളും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റി. മീൻസ് കസ്റ്റമേഴ്സിന് കൂടുതൽ എന്താകാൻ പറ്റി, അവിടെ സർവീസുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് മാറി. അതായത് നമുക്ക് ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് ബാങ്കിലെ ഡീറ്റെയിൽസുകളും അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് അറിയിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ബാങ്കിങ് ടെക്നോളജിന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ബാങ്കിങ് ടെക്നോളജി എന്താണെന്നുള്ളത് പറഞ്ഞു, ബാങ്കിങ് ടെക്നോളജി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, അതിൻ്റെ ഒരു ഇവല്യൂഷൻ ജേർണി നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, CBS കോർ ബാങ്കിങ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു CBS എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ ടേം ആക്കി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ CBS എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. കോർ ബാങ്കിങ് സൊല്യൂഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എനേബിളിംഗ് റിയൽ ടൈം പ്രോസസ്സിംഗ്. അതായത് നമുക്ക് റിയൽ ടൈം ആയിട്ട് ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് ബാങ്കിങ് പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. മീൻസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് വെച്ചിട്ട് നമുക്ക് പല ബ്രാഞ്ചുകളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്ക് മീൻസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന പല ബ്രാഞ്ചുകളെയും നമുക്കൊരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ്, ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്കിന്റെ മറ്റുള്ള ബ്രാഞ്ചുകളെല്ലാം നമ്മൾ ഒരൊറ്റ സെൻട്രലൈസ്ഡ് സിസ്റ്റം വെച്ചിട്ട് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ആ ഒരു CBS അല്ലെങ്കിൽ ആ ഒരു കോർ ബാങ്കിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഏത് ബ്രാഞ്ചിലെ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈം റിയൽ ടൈം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. അതാണ് CBS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. എനിവർ ബാങ്കിങ് എനി ടൈം ആക്സസ്, അല്ലെങ്കിൽ ഏത് ടൈമും നമുക്ക് ബാങ്കിങ് സർവീസുകളെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടെയാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ CBS എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ബാങ്കിങ് ടെക്നോളജി പറഞ്ഞു അല്ലേ. ഇനി ഒരു ബാങ്കിങ് ടെക്നോളജി അല്ലെങ്കിൽ ബാങ്കിൽ പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻസുകൾ അല്ലെങ്കിൽ എലമെന്റ്സുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ ബാങ്കിങ് ടെക്നോളജിയിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 4 എലമെന്റുകളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഫിസിക്കൽ പാർട്ട് ഓഫ് എ
കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ പാർട്ടാണ്, നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്നതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് ടെക്നോളജിയിലേക്ക് വരുമ്പോഴും ബാങ്കിങ് ടെക്നോളജി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഹാർഡ്വെയർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ഫിസിക്കൽ ഉപകരണങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്? ഇവിടെ എക്സാമ്പിൾ ആയിട്ട് 2 തന്നിട്ടുണ്ട്, സെർവറുകളും അതുപോലെ തന്നെ ATM. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഈ ഒരു ബാങ്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാങ്കുകൾ കൺട്രോൾ ചെയ്യുന്ന വേണ്ടി മെയിൻ ആയിട്ടുള്ള ബ്രെയിൻ ആണ് അല്ലെ, ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ പറയാറുണ്ട്. സോ അതാണ് നമ്മൾ സെർവർ എന്ന് പറയുമ്പോൾ സെർവറും ഹാർഡ്വെയർ ആണ് നമ്മുടെ ബാങ്കിങ് ടെക്നോളജിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഹാർഡ്വെയർ ആണ്. അതേപോലെ തന്നെയാണ് ATM എന്ന് പറയുന്നത് അല്ലേ. ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, നമുക്ക് പണം അല്ലെങ്കിൽ എമൗണ്ട് നമ്മുടെ ബാങ്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. സോ അത് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ ബാങ്കുമായിട്ട് ഈ സെർവറിനെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഈ ഒരു ATM മെഷീനും നമ്മുടെ ബാങ്കുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ. സോ അതാണ് അപ്പോൾ ATM-ഉം സെർവറുമാണ് ബാങ്കിങ് ടെക്നോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഹാർഡ്വെയറുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെക്കൻഡ് വൺ പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ബാങ്കിങ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹാർഡ്വെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ഹാർഡ്വെയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ CBS, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഏതാണ്, CBS-ഉം MIS ആണ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും. അതുപോലെ തന്നെ CBS കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ATM ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് നമ്മുടെ CBS അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെർവറുമായിട്ട് കണക്ട് ചെയ്യണം, സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പണം ATM-ന് നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ CBS ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് റിപ്പോർട്ടുകൾ മാനേജേഴ്സിന് എത്ര അല്ലെങ്കിൽ ഒരു ബാങ്കിൽ എത്ര അക്കൗണ്ടുകൾ ഒരു ദിവസം തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ട്, എത്ര എമൗണ്ട് ലോൺ കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ മാനേജേഴ്സിന് കുറേ ഇൻഫർമേഷൻസ് അറിയേണ്ടതായിട്ട് വരും. സോ അതിന് വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് CBS-ഉം MIS-ഉം. പലതും ഉണ്ട് കേട്ടോ, അത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. ഇനി അടുത്തത് മൂന്നാമത്തേത് എന്താണ്, നെറ്റ്വർക്കുകളാണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർ വേണം, സോഫ്റ്റ്വെയർ വേണം. ബാങ്കിങ് ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിലെ സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വേണം പറഞ്ഞു അല്ലേ. ഇനി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മാത്രം ഉണ്ടായാൽ മതിയോ? ഇല്ല, അല്ലെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷനും കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കണം അല്ലേ. അതായത് ഇപ്പം നമ്മുടെ ATM മെഷീനും അതുപോലെ തന്നെ നമ്മുടെ CBS എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കോർ ബാങ്കിങ് സൊല്യൂഷനും അല്ലെങ്കിൽ നമ്മുടെ ബാങ്കും അല്ലെങ്കിൽ നമ്മുടെ ATM-ഉം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ, അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആ ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം. ഇപ്പം നമ്മുടെ ATM അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുമായിട്ട് ഈ ATM മെഷീൻ കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൽ നിന്ന് എമൗണ്ട് പിൻവലിക്കാൻ പറ്റുള്ളൂ. സോ അതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്യുന്നതിനെയാണ്, കണക്ട് ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം WAN നമുക്കറിയാം അല്ലേ. LAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, WAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം LAN എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ബാങ്ക് ബ്രാഞ്ചിലെ പല കമ്പ്യൂട്ടേഴ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, LAN എന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ചെറിയ ഒരു റൂമിനകത്ത് ഇപ്പോൾ പല കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ പല കമ്പ്യൂട്ടേഴ്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നെറ്റ്വർക്ക് കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, LAN എന്ന് പറയുന്നത്. ഇനി WAN എന്ന് പറയുമ്പോൾ എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് അല്ലേ. ഒരു വൈഡ് ഏരിയയിൽ അല്ലെങ്കിൽ പല ബ്രാഞ്ചുകളെയും തമ്മിൽ, ഒരു ബാങ്കിന്റെ പല ബ്രാഞ്ചുകളെയും തമ്മിൽ അതിന്റെ ഹെഡ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, WAN എന്ന് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ കണക്ഷനും ഉണ്ടായിരിക്കണം, നെറ്റ്വർക്ക് കണക്ഷനും കൂടെ ഉണ്ടായിരിക്കണം ബാങ്കിങ് ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ. ഇനി ഫോർത്ത് വൺ പറയുന്നത് എന്താണ്, ഡാറ്റാബേസ് സെക്യൂരിറ്റി സിസ്റ്റം. അപ്പം നമുക്ക് ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ട്. ഇനി നമുക്ക് എന്താണ്, സെക്യൂർ ആയിരിക്കണം അല്ലേ. ഈ കാര്യങ്ങൾ നമുക്ക് സെക്യൂർ ആയിട്ട് സെക്യൂരിറ്റി സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് ബാങ്കിങ് ടെക്നോളജി ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഡാറ്റാബേസ് സെക്യൂരിറ്റി സിസ്റ്റം നമ്മുടെ കസ്റ്റമേഴ്സിന്, ഒരു ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ പണം അല്ലേ, കസ്റ്റമേഴ്സ്
നിക്ഷേപിക്കും അല്ലേ, പണം നിക്ഷേപിക്കും. അപ്പം ആ ഒരു പണം അവരുടെ എമൗണ്ടും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിൽ സേവ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരിക്കണം. അതാണ് ഡാറ്റാബേസ് സെക്യൂരിറ്റി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 4 എലമെന്റ്സ് ആണ്, ഈ 4 കോമ്പണൻസ് ആണ് നമ്മുടെ കോർ ബാങ്കിങ് ടെക്നോളജിക്ക് CBSE ഉണ്ടായിരിക്കേണ്ട മെയിൻ കോമ്പണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബട്ട് അത് ബെനിഫിറ്റ്സ് ഓഫ് ബാങ്കിങ് ടെക്നോളജി. ഇപ്പം നമ്മൾ ബാങ്കിങ് ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു, അതിൽ നമുക്ക് അവൈലബിൾ ആകുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഈ ബാങ്കിങ് ടെക്നോളജി അല്ലെങ്കിൽ ബാങ്കിൽ പല ടെക്നോളജിക്കൽ അപ്ഡേഷൻസും വന്നപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്, കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ പറയുന്ന ബെനിഫിറ്റ് എന്താണ്? ഫാസ്റ്റർ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്, ബാങ്കിലെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസുകൾ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവർക്ക് നിക്ഷേപങ്ങൾ, അക്കൗണ്ട് ഇൻഫർമേഷൻസ് അറിയൽ, അല്ലെങ്കിൽ അക്കൗണ്ട് ആക്സസ് ചെയ്യുക, അവരുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസ് നോക്കുക തുടങ്ങിയ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് ഡെയിലി ഒരു ബാങ്കിങ് സർവീസുകൾ, ബാങ്കിങ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പല ഓപ്പറേഷണൽ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ, പല കോസ്റ്റുകൾ, എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. സോ അത് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മുടെ കയ്യിലൊരു ഫോണും അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിങ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് മാക്സിമം കുറക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ തേർഡ് വൺ പറയുന്നത് എന്താണ്? ഇംപ്രൂവ്ഡ് കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സിന്റെ സർവീസ്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. കസ്റ്റമേഴ്സിന്, ഉപഭോക്താക്കൾക്ക്, ബാങ്കിന്റെ ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സർവീസുകൾ നല്ല രീതിയിൽ ഒരു മെച്ചപ്പെട്ട സേവനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കുന്നതാണ്. ഇനി ഫോർത്ത് വൺ പറയുന്നത് എന്താണ്? ബെറ്റർ ഡാറ്റ മാനേജ്മെന്റ്. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ, ബാങ്കിലെ കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ, ബാങ്കിന്റെ ഉപഭോക്താക്കൾ, നമ്മളൊക്കെ ബാങ്കിന്റെ ഉപഭോക്താക്കളാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു അല്ലേ, നല്ല ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കോർ ബാങ്കിങ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ CBS പോലെയുള്ള ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹബ്ബ് ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഡാറ്റാസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതാണ് ബെറ്റർ ഡാറ്റ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ പറയുന്നത് എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് അക്യുറസി. അതായത് നമ്മൾ പറഞ്ഞു നല്ല ഡാറ്റാബേസ് സെക്യൂരിറ്റി സിസ്റ്റംസുകൾ, നല്ല സെക്യൂർ ആയിട്ടുള്ള, സുരക്ഷിതമാക്കുന്ന, നമ്മുടെ ഡാറ്റാസ് സുരക്ഷിതമാക്കുന്ന രീതിയിലുള്ള സിസ്റ്റംസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സോ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ബാങ്കിങ് സർവീസുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാങ്കിങ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ ബാങ്കിങ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ്. കൺസ്യൂമേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്കിനായിക്കോട്ടെ കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ് ഇത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് കൂടുതൽ എളുപ്പമാക്കാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ എന്താണ്? റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റിലെ നമുക്ക് മാക്സിമം ഓപ്പറേഷണൽ കോസ്റ്റുകൾ, ഡെയിലി എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് വൺ വരുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട സേവനങ്ങൾ, ഇംപ്രൂവ്ഡ് സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ, കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസുകൾ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ട്രാൻസ്പെറൻസി ആൻഡ് അക്യുറസി. ബാങ്കിങ് സർവീസുകൾ അല്ലെങ്കിൽ ബാങ്കിങ് പ്രവർത്തനങ്ങൾ നമുക്ക് അത്രയും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ്, ബാങ്കിങ് ടെക്നോളജിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ബാങ്കിങ് ടെക്നോളജിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ് ബാങ്കിങ് ടെക്നോളജി എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബാങ്കിങ് ടെക്നോളജിയിലെ ഇവല്യൂഷൻ എങ്ങനെയാണ് അത് നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് എറിയയിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ ഒരു ജേർണി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ, CBS എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കോർ ബാങ്കിങ് സൊല്യൂഷൻ നമ്മൾ നോക്കി, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ കോമ്പണൻസുകൾ നോക്കി. ബാങ്കിങ് ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ, ബാങ്കിങ് സർവീസുകൾ നമുക്ക് ടെക്നോളജിക്കലായിട്ട് നമുക്ക് അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എലമെന്റ്സ് എന്താണ് അല്ലെങ്കിൽ കോമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, ഡാറ്റാബേസ് സെക്യൂരിറ്റി സിസ്റ്റംസ് നമുക്ക് വേണം. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് ഈ ബാങ്കിങ് ടെക്നോളജി കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.